നമസ്കാരം. മേടം തുടങ്ങി 12 കൂറുകാരുടെ ഈ വരുന്ന ചിങ്ങമാസത്തിലെ സാമാന്യ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് 17 തീയതിയാണ് ചിങ്ങമാസം ആരംഭിക്കുന്നത്. മേടക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ചിങ്ങമാസത്തിൽ വ്യാഴം 4-ലാണ്, ശനി 12-ാം ഭാവത്തിലും, കേതു 5-ാം ഭാവത്തിലും, രാഹു 11-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള സ്ഥിതി എന്ന് പറയാം. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കുറെയൊക്കെ നടക്കും. സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് കുറച്ച് അവസരങ്ങളുണ്ടാകും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സ്വന്തമായി തൊഴിലുകൾ പല മേഖലയിൽ ചെയ്യുന്നവർക്കും ഗുണങ്ങളുണ്ടാകും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരം ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിലും പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഗൃഹനിർമ്മാണവും മറ്റും നടത്തുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൂടുതൽ ഗൗരവത്തോടുകൂടി അതാത് കാര്യങ്ങളിൽ പരിശ്രമം തുടരേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമം നടത്തുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും ആണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രധാന കാര്യങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ വളരെ ആലോചിച്ച് ചെയ്യുക. ഇടവക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം ഗുണങ്ങളും ദോഷങ്ങളും സമമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 3-ലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി, ശനി 11-ലുമാണ്. ജോലിയുടെ കാര്യത്തിൽ തൃപ്തികരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ തന്നെ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ്. വിവിധ രംഗങ്ങളിൽ പല മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ വരാനിരിക്കുന്ന കാലത്ത് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ തൊഴിൽ മേഖല വളരാനാണ് സാധ്യത. കച്ചവടക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമിടാൻ കഴിഞ്ഞേക്കും. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഈ ചിങ്ങത്തിൽ അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൃപ്തികരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുന്നതാണ്. കലാകായിക രംഗങ്ങളിലും മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ ഗുണകരമായ പല മാറ്റങ്ങളും ഈ ചിങ്ങമാസത്തിൽ വന്നു ചേരുന്നതിൻ്റെ സാധ്യതയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ശ്രദ്ധാപൂർവം ചെയ്യുക. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോയാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ഈ വരുന്ന ചിങ്ങമാസത്തിൽ മിഥുനക്കൂറുകാർക്ക് മകയിര ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം ആദ്യത്തെ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് 2-ൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10-ലാണ് ശനിയുടെ സ്ഥിതി. പൊതുവെ ഈ ചിങ്ങമാസം അനുകൂലമായിട്ട് കാണപ്പെടുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും.
സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ധനപരമായി പല നേട്ടങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടപ്പിലാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും അതിൽ നന്നായി മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല വിജയസാധ്യതയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലർക്കും ഈ മാസം തന്നെ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തേക്കും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഔദ്യോഗികമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടും. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങൾക്ക് കുറെ കൂടി ഊഷ്മളതയും അത് സഫലമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരാനിരിക്കുന്ന ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പുരോഗതി എല്ലാ കാര്യങ്ങളും ലഭിക്കാവുന്നതായിട്ടാണ് കാണുന്നത്. സമഗ്രമായ രാശി ചിന്ത ചെയ്ത് വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. പുണർദം നാളിൻ്റെ ഒടുവിലുള്ള 15 നാഴിക പൂയം ആയില്യം ഇവ ചേർന്ന കർക്കിടക രാശിക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള സമയം കാണുന്നുണ്ട്. ജന്മക്കൂറിലൂടെ വ്യാഴം സഞ്ചരിക്കുകയും 9ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്രതീക്ഷിത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചെലവുകൾ ഉണ്ടാകാതെ കരുതലെടുക്കുകയും വേണ്ടതാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം വന്നേക്കാം. ശ്രമം തുടരുക. അന്യദേശങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും വരാതെ കരുതൽ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത ഉണ്ടായില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രയോജനമുണ്ടായെന്ന് വരില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. പ്രത്യേകം ശ്രദ്ധ പാലിക്കുക. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തീരുമാനങ്ങൾ വളരെ ചിന്തിച്ച് തന്നെ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുക. സംഭാഷണത്തിൽ വേണ്ടത്ര മിതത്വവും കരുതലുമൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരൂഢ സംബന്ധമായ അവസ്ഥകൾ ശരിയായി പരിശോധിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. കുടുംബപരമായ ആരാധനാ സ്ഥാനങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും രാശിപരമായി ചിന്തിക്കുന്നത് ഗുണം ചെയ്യും. അതുകൊണ്ട് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. മകം പൂരം ഉത്രത്തിൽ ആദ്യ 15 നാഴിക ഇവ ചേർന്ന് ചിങ്ങക്കൂറുകാർക്ക് പൂർണ്ണമായിട്ടത്ര അനുകൂലമായ സമയമല്ല ഈ ചിങ്ങമാസം. 12ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 8ൽ ശനി ഉണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ വേഗതയിൽ അനുകൂലമാകണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സ വിഷമതകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിൽ കാലതാമസം വരാനാണ് സാധ്യത. ശ്രദ്ധാപൂർവം പരിശ്രമം തുടരുക.
വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പ്രവർത്തനത്തിൽ പരാജയം, ഇതൊക്കെ അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് അത് മുമ്പോട്ട് പോകണം. കച്ചവടക്കാർക്കും സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. നഷ്ടങ്ങളോ പാഴ്ചെലവുകളോ ഒഴിവാക്കാൻ പ്രത്യേകം കരുതൽ ഉണ്ടായിരിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഒഴിവാക്കാൻ യോഗ, ധ്യാനം, ഇതൊക്കെ ശീലിക്കുന്നത് ഗുണം ചെയ്യും. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കണം. കുടുംബകാര്യങ്ങളിൽ ശാന്തതയോടുകൂടി എല്ലാം ചെയ്യേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സമഗ്രവും സമ്പൂർണവുമായ ഒരു രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകേണ്ടതാണ്. കന്നിക്കൂറ് ഉത്രം നാളിൻ്റെ ഒടുവിലുള്ള 45 നാഴിക, അത്തം, ചിത്തിര നാളിൻ്റെ ആദ്യ 30 നാഴിക, ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം ഗുണദോഷ സമ്മിശ്രമായിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വ്യാഴം 11ാം ഭാവത്തിലും ശനി 7ലുമാണ് സഞ്ചരിക്കുന്നത്. 11ൽ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റെ കുറെ അധികം ഗുണങ്ങൾ കിട്ടുന്നതാണ്. സാമ്പത്തികമായി വളരെ അനുകൂല സാഹചര്യങ്ങളുണ്ടാകും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. പല കാര്യങ്ങളിലും ഒട്ടേറെ ഗുണാനുഭവങ്ങൾ കിട്ടും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ തന്നെ അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം ഉണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും വരും. നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പുരോഗതി ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വിജയം നേടാനുള്ള സാധ്യതയുള്ള സമയമാണ്. വേണ്ടതുപോലെ ശ്രമിക്കുക. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള സാഹചര്യവും ചിങ്ങമാസത്തിൽ അനുകൂലമായി വന്നേക്കാം. പുതിയ ഗൃഹവാഹനാദികൾക്കുള്ള യോഗവും കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിര നാളിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക, ഇവ ചേർന്നതാണ്. തുലാക്കൂറുകാർക്ക് 10ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 6ലാണ് ശനി സഞ്ചരിക്കുന്നത്. പൊതുവെ 6ലെ ശനി അനുകൂലമാണ്. 10ലെ വ്യാഴം അത്ര ഗുണകരമല്ല. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. അന്യദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പലവിധ പ്രയോജനങ്ങൾ വന്നേക്കും. ജീവിതത്തിൽ ദീർഘകാലമായി ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കാം. കച്ചവടക്കാർക്ക് നേട്ടങ്ങളാണ് സാധ്യത കാണുന്നത്. ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും. ബിസിനസ്സിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും.
ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ ഇടയുണ്ട്. ദീർഘകാലമായി ചിന്തിക്കുന്ന നിങ്ങളുടെ സ്വപ്നതുല്യമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകാനിടയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ വരാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകാം. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ അവസരം ഉണ്ടാകാം. അങ്ങനെ പല നേട്ടങ്ങളും വരാവുന്നതാണ്. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ്. വിശാഖം നാളിൻ്റെ ഒടുവിലുള്ള 15 നാഴിക അനിഴം തൃക്കേട്ട ഇത് ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. 9ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ശനി 5ലുമാണ്. ഭാഗ്യസ്ഥാനമായ 9ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഗുണങ്ങളുണ്ടാകും. പുതിയ ജോലിക്ക് അവസരമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, വരുമാനത്തിൽ വർധനവ്, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച വാസസ്ഥലം നേടാൻ കഴിയുക, ഇങ്ങനെ പല ഗുണങ്ങളും വരാം. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് വളരെ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. പല അപൂർവ നേട്ടങ്ങളും നിങ്ങൾക്ക് വരാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാനാണ് സാധ്യത. സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനവും സന്തോഷവും ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ കൈവരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് ആനന്ദകരമായ അപ്രതീക്ഷിത അനുഭവങ്ങൾ പലതും നിങ്ങൾക്കുണ്ടാകാം. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും അവസരം ലഭിക്കുന്നതാണ്. പൊതുവെ നിങ്ങൾക്ക് ഈ ചിങ്ങമാസം ഗുണകരമായിരിക്കാനാണ് സാധ്യത. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം നാളിൻ്റെ ആദ്യത്തെ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഇപ്പോൾ ശനി 4ാം ഭാവത്തിലൂടെയും വ്യാഴം 8ാം ഭാവത്തിലൂടെയും കടന്നു പോവുകയാണ്. ഗുണദോഷ സമ്മിശ്രമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും ഒരു മന്ദഗതി ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത മാറ്റങ്ങൾ അനുഭവപ്പെടാം. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാം. പരിശ്രമം തുടരുക. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും പ്രതികൂല സാഹചര്യത്തിനിടയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ വരാം. ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്തപക്ഷം ഉദ്ദേശിക്കുന്ന പുരോഗതി കിട്ടിയെന്ന് വരില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഇടപാടുകളെല്ലാം നടത്തണം. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷിക്കാത്ത ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ വരാം. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർ കൂടുതൽ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ സമീപിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണെങ്കിലും
ശാന്തതയോടുകൂടി അവയെ തരണം ചെയ്യാൻ ശ്രമിക്കണം. സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെപ്പറ്റി വിശദമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ ചെയ്യണം. നിങ്ങളുടെ ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി പരിശോധിച്ച് വേണ്ടത് ചെയ്യുന്നത് നല്ലതാണ്. കുടുംബപരമായ ആരാധനാ സ്ഥലങ്ങളുള്ളവർ അതിൻ്റെ ദൈവാധീന സ്ഥിതി ചിന്തിച്ച് വേണ്ട രീതിയിൽ ചെയ്യുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് നടപ്പിലാക്കി മുമ്പോട്ട് പോയാൽ നല്ലതാണ്. ഉത്രാടം നാളിൻ്റെ ഒടുവിലുള്ള 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം പൊതുവെ വളരെ അനുകൂലമായിട്ട് കാണാം. 7ാം ഭാവത്തിലൂടെ വ്യാഴവും 3ാം ഭാവത്തിലൂടെ ശനിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക പുരോഗതിയിലേക്കുള്ള മാർഗങ്ങൾ തുറക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന തുടക്കം കുറിക്കുവാൻ കഴിയും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടായേക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുമുണ്ട്. അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും വരുമാനത്തിൽ വർധനവും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയും ആഗ്രഹിക്കുന്ന താമസ സ്ഥലം നേടിയെടുക്കാൻ കഴിയുകയും ഉൾപ്പെടെ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിലെല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ പുരോഗതി വരാവുന്ന സമയമാണ്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും. കച്ചവട രംഗം വിപുലീകരിക്കാൻ കഴിയും. ബിസിനസ് മേഖല കൂടുതൽ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകും. നല്ല രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ വളരെ ഗുണങ്ങളാണ് കാണുന്നത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും വരുന്നതാണ്. കുട്ടികളുടെ വിജയത്തിൽ വളരെ സന്തോഷം അനുഭവപ്പെടാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. കുടുംബം ഒരുമിച്ചുള്ള ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇതിനൊക്കെയുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിട്ടം നാളിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, ചതയം, പൂരുരുട്ടാതി ആദ്യ 45 നാഴിക ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല. വ്യാഴം 6-ലാണ് സഞ്ചാരം, ശനി 2-ലും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. ഈ ചിങ്ങമാസത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകാം. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം. പരാജയങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാൻ ഇടയുണ്ട്. ശ്രദ്ധ വേണം. പരിശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും പരിശ്രമം തുടരണം. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾ അനുഭവപ്പെടാവുന്ന ഒരു സമയമാണ്. സാഹചര്യം പഠിച്ച് ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാം. കസ്റ്റമർമാരുമായുള്ള ബന്ധം നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇടപാടുകളും ശ്രദ്ധിച്ച് നടത്തണം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കുക. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ വരാം. ശ്രദ്ധയോടെ
പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പരാജയ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. പലതരത്തിലുള്ള ക്ലേശ സാധ്യത കാണുന്നുണ്ട്. സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ പ്രയാസങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. അപ്രതീക്ഷിതമായ മനക്ലേശങ്ങളോ വിഷമതകളോ ഉണ്ടാകാം. മനസ്സിൻ്റെ പിരിമുറുക്കമോ ടെൻഷനോ കുറയ്ക്കുന്നതിന് യോഗ, ധ്യാനം തുടങ്ങിയവ പരിശീലിക്കുന്നത് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഗുണകരമായിരിക്കും. സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഇത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുക. പുരുരുട്ടാതി ഒടുവിലുള്ള 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. വ്യാഴം 5-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. എന്നാൽ ജന്മക്കൂറിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതുമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യുക. തൊഴിൽ രംഗത്ത് അനുകൂലമായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുരോഗതി നേടാൻ കഴിയും. കൂടുതൽ മേഖലകളിൽ നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിക്കും. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് വളരെ ഗുണമുണ്ടാകും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായിട്ട് വെച്ച് പുലർത്തുക. പുരോഗതി ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സന്ദർഭം വന്നു ചേരും. പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ ലഭിക്കും. യാത്രാക്ലേശം, അലച്ചിൽ ഇത് ചില സമയത്തെങ്കിലും ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം ഒഴിവാക്കാൻ വളരെ ശ്രദ്ധ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തനം ചെയ്യുന്നത് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പ്രകാരം ഗുണകരമാണ്. വളരെ ശ്രദ്ധിച്ചു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ പുരോഗതിയിലേക്ക് എത്താനുള്ള തുടക്കം കുറിക്കാൻ ഈ മാസത്തിൽ അവസരമുണ്ടാകും.